ശരിയാ. വേടൻ ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു വലിയൊരു ട്രെൻഡാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാഠ്യ വിഷയമാക്കുകയാണ് കണ്ണൂർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റികൾ. നല്ല ഒരു തീരുമാനം. കാരണം അദ്ദേഹത്തിൻ്റെ വരികൾ അത്ര മനോഹരങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായാലും അദ്ദേഹം ഈ പറയപ്പെടുന്ന പിന്നോക്ക ജാതിക്കാരെ ഈ പറയുന്ന പോലെ ഇതിൽ മെൻഷൻ ചെയ്യുന്നതായാലും, ഭൂമിയെ മെൻഷൻ ചെയ്യുന്നതായാലും, കടലിനെ മെൻഷൻ ചെയ്യുന്നതായാലും, അമ്മയെ മെൻഷൻ ചെയ്യുന്നതായാലും അതെല്ലാം നാടൻ ശീലുകളാണ്. ഒരിക്കലും അതിനകത്ത് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടുകളുടെ അല്ലെങ്കിൽ വരികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാവ്യാത്മകമാണ്. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എത്രയാണെന്നോ അദ്ദേഹം എത്രമാത്രം ആഴത്തിൽ അറിവുള്ളവനാണെന്നോ അതിൽ നിന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതിൽ നിന്ന് നമുക്കൊന്നും പറയാണ്ട് നമുക്കത് ഒന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നല്ലോ. പക്ഷേ അദ്ദേഹത്തിൻ്റെ വരികൾ അതൊരു പോപ്പ് സംഗീതത്തിലാണ് അല്ലെങ്കിൽ റോക്ക് സംഗീതത്തിലാണ് അദ്ദേഹം പാടുന്നതെങ്കിൽ പോലും അതിൻ്റെ വരികൾ നമ്മൾ എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ ആ വരികളാണ് നമ്മുടെ ഈ ന്യൂ ജനറേഷൻ്റെ സിരകളെ ചൂടുപിടിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വരികൾ ഓരോന്നും എവിടേക്കോ കുത്തും, എവിടേക്കോ കുത്തുന്ന തരത്തിലുള്ള വരികൾ അദ്ദേഹം എഴുതുന്നത്. അത് രാഷ്ട്രീയമാണെന്ന് പറഞ്ഞാലും അതൊരു നാടൻ ശീലിൽ പച്ച മലയാളത്തിൽ എഴുതുമ്പോഴാണ് അത് മനോഹരമെന്ന്. അപ്പോൾ ആ ഒരു ഭാഷ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് എല്ലാവരും മിക്സിംഗ് ആണല്ലോ, വളരെ അപൂർവമായിട്ട്. എന്തുകൊണ്ടാണ് കൈതപ്പുറത്തിൻ്റെ വരിയാണ് എന്തുകൊണ്ടാണ് നമ്മുടെ തുടരും സിനിമയിലെ മിഴിയോരം ഭയങ്കര ഹിറ്റായി മാറിയത്? അതിലും സട്ടിലായിട്ടുള്ള മ്യൂസിക്കുകൾ ഇവിടെ ഇല്ലാഞ്ഞിട്ടില്ല. പക്ഷേ ന്യൂ ജനറേഷനായാലും ഓൾഡ് ജനറേഷനും കാവ്യാത്മകത ഇഷ്ടപ്പെടുന്നു, സത്യമായിട്ട് സംഗീതത്തെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അത് തന്നെയാണ് വേടനും ചെയ്യുന്നത്. എന്ന് വെച്ചാൽ കൈതപ്പുറത്തിനൊപ്പം നമ്മൾ താരതമ്യം ചെയ്യുന്നത്. അമിത പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ സർക്കാർ? സർക്കാർ അമിത പ്രാധാന്യം, സർക്കാരിന്റെ കാര്യം ഇതിനകത്തുനിന്ന് ഞാനൊന്നും പറയത്തില്ല. കാരണം സർക്കാർ മറ്റേ മറുകണ്ഠം ചാടുന്ന ടീമുകളാണ്. കാരണം തീരുമാനിക്കാതെ നടക്കില്ല. അവര് വേറെ എന്തൊക്കെയോ ലക്ഷ്യം കണ്ടിട്ടാണ് വേടനെ സകല പ്രോഗ്രാംസിനും ഇപ്പോൾ വിളിക്കുന്നത്. അത് എനിക്ക് സത്യത്തിൽ കാണുമ്പോൾ ചിരിയും സഹതാപവും സർക്കാരിനോട് തോന്നാറുണ്ട്. കാരണം അത് വേടം വരുന്നതുകൊണ്ട് ആളുകൾ കൂടുന്നു. അത് ദാറ്റ്സ് എ റീസൺ. പിന്നെ ഒരു പോയിന്റ് കൂടെ അവർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഷിജിത്തെ. കാരണം ഞങ്ങൾ വേടനെ ചേർത്ത് പിടിച്ചിരിക്കുന്നു, ഞങ്ങൾ വേടനോടൊപ്പം ഉണ്ട്, ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റി, ഓക്കെ ഞങ്ങൾ തിരുത്തി, വേടൻ്റെ ഭാഗത്ത് ന്യായമുണ്ട്. അതായത് ഈ കഞ്ചാവ് കേസിൽ പോലീസ് വലിച്ചടിച്ച് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അദ്ദേഹത്തെ. അതിനുശേഷം പിന്നെ കൂടെ ഒറ്റ ഉൾട്ടടിയായിരുന്നു, ഒറ്റ മാറ്റമായിരുന്നു. ഞങ്ങൾ അങ്ങനെ സംഭവമേ ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് അറിയില്ല. അത് പിറ്റേ പ്രോഗ്രാമിൽ അവർ കാണിക്കുന്നത് വേടനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ടിരുന്ന പോലീസുകാരെ. അപ്പോൾ ഒന്ന് ആലോചിക്കും, എന്താണ് സർക്കാരിൻ്റെ നയം, എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്? അത് പിന്നെ ഷീത്ത് പറഞ്ഞ വ്യക്തമാണ്, വേറൊന്നുമല്ല, കൃത്യമായ പൊളിറ്റിക്കൽ അജണ്ട ഉണ്ട് അവർക്ക്. അതായത് ഞങ്ങൾ വേടനെ ചേർത്ത് പിടിക്കുന്നു, ഞങ്ങൾ വേടനോടൊപ്പം പിന്നോക്കരോടൊപ്പം. കുറേ പുതിയ പിള്ളേരുണ്ട്, വോട്ടേ അവരെ വേണം സർക്കാരിന്. അതുകൊണ്ട് വേടനെ ചേർത്ത് കുറച്ച് നാളുകളല്ലേ ഉള്ളൂ ഭരണത്തിൽ നിന്ന് ഇറങ്ങാനായിട്ട്. അതേപോലെ പക്ഷെ വേടനെ എതിർക്കുന്ന ആളുകളുണ്ട്. ഈ കേസരിയുടെ മുഖ്യ ഉത്തരവാദിത്തവർ ഒരു NR മധു, നമ്മുടെ എനിക്ക് പരിചയമുള്ള എനിക്ക് പൂർണ്ണമായ വൃത്തികേടാണ് എന്ന് പറയാൻ പറ്റുമോ? അയാൾക്ക് എന്താണ്, അയാളൊരു അയാളൊരു മധു സംബന്ധിച്ചിരിക്കുന്ന ബുക്കൊക്കെ എഴുതില്ലേ, ബുക്കൊക്കെ എഴുതിയിട്ടുണ്ട്. മുഖ്യ പത്രാധിപ കൂടാതെ എഴുത്തുകാരനും കൂടെ എഴുതാറുണ്ട്. ഞാനപ്പോൾ ആലോചിക്കണം, ഞങ്ങൾക്ക് അദ്ദേഹത്തിന് എങ്ങനെ പറയാൻ സാധിക്കുന്നു ഇങ്ങനെ എഴുത്തുകാരനായിട്ടും? എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു മത തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്, ഒരു ജാതീയമായ ചിന്തകൾ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നത്? എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? പേഴ്സണലി അറിയാവുന്നല്ലേ പറഞ്ഞേ. ഒന്ന് പുള്ളി ഒരു സംഘപരിവാർ രാഷ്ട്രീയക്കാരനാണ്. പക്ഷെ എന്നാൽ എല്ലാ സംഘപരിവാറിനും വേടനെ അങ്ങനെ പറയുന്നില്ല. അല്ല, പുള്ളി ഒരു കാര്യം പ്രത്യേകിച്ച് ഈ പാട്ടിലെ വരികൾ എടുത്താണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പറയാനല്ല, പുലയാനല്ല, പിന്നെ വേറെ എന്തോ ഒരു വാക്കുണ്ട് ഞാൻ പറഞ്ഞത്. ആണെങ്കിൽ നീ തമ്പ്രാനുമല്ല, ആണെങ്കിൽ നീ അതുമല്ല. അപ്പോൾ ഈ മറന്നുകൊണ്ടിരിക്കുന്ന ജാതി പേരുകൾ പുതിയ തലമുറയെ ഓർമ്മിപ്പിക്കുകയാണ് വേടൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്താ തോന്നുന്നില്ലേ? അല്ലാതെ നമ്മൾ ആരെങ്കിലും പൊലിയൻ പറയുന്നൊക്കെ ഇപ്പോൾ എവിടെയെങ്കിലും പറയുന്നുണ്ട്. ഈ വാർത്താ ചാനൽ എനിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ വിളിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? പുലയൻ്റെ മകനാണ് എന്ന ഒരു ചിന്ത, അല്ലെങ്കിൽ ആ ഒരു തെറിയാക്കിയ ഒരു പുലയൻ്റെ മകനാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കീഴ്ജാതി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ വിളിക്കാറുണ്ട്. ഇപ്പോൾ അത് നിരോധിച്ചിരിക്കുകയാണ്. അതായത് അങ്ങനെ വിളിക്കാൻ പാടില്ലെന്നാണ്. അതായത് വലിയൊരു കേസായി മാറും. അപ്പോൾ അങ്ങനെ ഡാഷ് മോനെ എന്നിങ്ങനെ വിളിക്കാറുണ്ട്. അത് നമ്മൾ സ്ഥിരമായിട്ട് മേൽജാതിക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു സാധനമായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് മറന്നു എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റും. ഇന്നും ജാതിയുണ്ട് നമ്മുടെ മാട്രിമോണി കോളങ്ങളിൽ, നമ്മുടെ സ്കൂൾ കോളങ്ങളിൽ, നമ്മുടെ കോളേജ് തലങ്ങളിൽ. NR മധു പറയുന്നത് ഈ ഹിന്ദു മതത്തിൽ മാത്രമല്ല ജാതിയുള്ളത്. ക്രൈസ്തവർക്കിടയിൽ പല ജാതികളുണ്ട്, മുസ്ലിങ്ങൾക്കിടയിൽ പല ജാതികളുണ്ട്. അപ്പോൾ ഈ വേടൻ എടുക്കുന്ന നിലപാട് അത് ഒരു ഹിന്ദുക്കളെ മാത്രം ബാധിക്കുന്നു എന്ന തരത്തിലാണ് ജാതി ഉപയോഗിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിൽ ചില സത്യാവസ്ഥ ഉണ്ടെന്നും. എങ്ങനെയാണ് അത് ഹിന്ദുക്കളെ ബാധിക്കുന്നത്? അല്ല, ഈ ഇത്തരം
ജാതി പേരുകൾ പറഞ്ഞ് അത് ഹിന്ദുവിൽ മാത്രമുള്ള ജാതികളെ കുറിച്ചല്ലേ പറയുന്നുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. പറയനും പുലയനും അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ദളിതരും, അതായത് പിന്നോക്ക പട്ടികജാതി പട്ടികവിഭാഗക്കാർ ഇന്നും അനുഭവിക്കുന്ന ആ ഒരു രണ്ടാം ചിറ്റമ്മ നയമുണ്ട്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അവരെ അധികൃതരായിട്ടും അല്ലെങ്കിൽ പിന്നോക്ക നയത്തിൽ കാണുന്ന ആൾക്കാരില്ലേ, എത്രയോ പേരുണ്ട്, ഇന്നും ഉണ്ട്, ഇന്നും അനുഭവിക്കുന്നു. നമ്മളത് കണ്ണടച്ചിട്ടാക്കുവാണ്, അങ്ങനെ ഇല്ലെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അത് വേണം പറയുന്ന സത്യം തന്നെയല്ലേ. ഇന്നും പൂർണ്ണമായിട്ട് നമ്മൾ മാറിയിട്ടൊന്നുമില്ല. മലയാളികളുടെ കപടമായിട്ടുള്ള ഒരു മുഖമാണത്. ഇന്നും ഒരു പറയനോടോ പുലയനോടോ 50% ആൾക്കാർ മാറിയില്ലെന്നല്ല, പക്ഷേ 50% അല്ലെങ്കിൽ ഒരു 40% ആൾക്കാർ ഇന്നും അവരെ പിന്നോക്കമായിട്ട് തന്നെ കാണുന്നവരുണ്ട്. ഇല്ലെന്ന് നമുക്ക് ഒരിക്കലും പറഞ്ഞാൽ അത് കള്ളവായിപ്പോൾ. എന്തായാലും അത് ഇനിയുള്ള തലമുറ അത് പാട്ടുകളിലൂടെ പഠിച്ച് വളരുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. തീർച്ചയായിട്ടും അതിനകത്ത് നമ്മുടെ ഈ റിപ്പോർട്ടർ ചാനലിൽ വേടൻ കൊടുത്ത ഇൻ്റർവ്യൂവിൽ വേടൻ പറയുന്നുണ്ട്, നമ്മുടെ പിന്നോക്കക്കാർ 13 വയസ്സ് തൊട്ട് വേടൻ കഞ്ചാവ് അതുപോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് തുടങ്ങി. അത് സുലഭമായിരുന്നു അവരുടെ ചുറ്റിനും. അപ്പോൾ വേടൻ പറയുന്നത് 10,000-40,000 അല്ലെങ്കിൽ 50,000 വരുന്ന പിന്നോക്ക റെയിൽവേ കോളനിയിലും ലക്ഷം വീട് കോളനികളിലും ഒക്കെ താമസിക്കുന്ന ആൾക്കാർ അവരുടെ ജീവിത സാഹചര്യങ്ങൾ എന്താണെന്ന് അന്വേഷിക്കാൻ നമ്മുടെ സർക്കാരോ ആരോ അല്ലെങ്കിൽ കയറിച്ചെല്ലാം തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് അവരെല്ലാവരും വിദ്യാഭ്യാസത്തിൽ പിന്നോക്കം പോകുന്നതും അവർ പഠിത്തത്തിൽ, അത് അവരുടെ DNA ഇല്ലെന്നാണ് വേടൻ പറയുന്നത്. എന്തായാലും വലിയൊരു സമൂഹം വേടനൊപ്പം ഉണ്ട്. എന്തായാലും ഒരു റിനൈസൻസ് അല്ലെ, ഒരു നവോത്ഥാനം വന്നിരിക്കുന്നു. രീതിയിലാവണം എന്നുള്ളത് സമൂഹം തീരുമാനിക്കട്ടെ. തീർച്ചയായിട്ടും നമുക്ക് പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടാവാം. അത് ആ രീതിയിൽ എന്തായാലും പറയുന്നവരുണ്ട്. എന്തായാലും വേടന്റെ ഒരു കല അല്ലെങ്കിൽ വേടന്റെ ഒരു പാട്ട്, ഒരു എഴുത്ത്, അത് യൂണിവേഴ്സിറ്റികളിൽ വരികയും അത് പഠിക്കാനായിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരു നല്ല കാര്യം തന്നെ. കുട്ടികൾ മനസ്സിലാക്കട്ടെ, ഇങ്ങനെയും ആൾക്കാരുണ്ടായിരുന്നു, ഇത് ഈ വരികളിലെ അർത്ഥങ്ങൾ മനസ്സിലാക്കി കുഞ്ഞുങ്ങൾ പഠിക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. തീർച്ചയായിട്ടും അവരുടെ ഭാവിയിൽ പ്രയോജനം ചെയ്യട്ടെ.